കഴിഞ്ഞ 2 ദശാബ്ദത്തോളമായി എം.എൽ.എ. സ്ഥാനത്ത് തുടരുന്ന ഡോക്ടർ എൻ. ജയരാജ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ തകർച്ചയിലെത്തിച്ചെന്ന ആരോപണവുമായി ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജനകീയ മാർച്ചാണ് ഈ കടന്നുവരുന്നത്. തുടർന്ന് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എം.എൽ.എ. ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറാനും പ്രവർത്തകർ ശ്രമിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണിമല മേജർ കുടിവെള്ള പദ്ധതിക്കായി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും കുടിവെള്ളം എത്തിക്കാൻ കഴിയാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എം.എൽ.എ. ചെയ്തതെന്ന് അഡ്വക്കേറ്റ് എസ്. സുരേഷ് പറഞ്ഞു. ഒരു എം.എൽ.എ. എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള പരിഗണനാ വിഷയങ്ങളാകേണ്ട കുടിവെള്ളം എന്ന് പറയുന്നത് ഇന്നും ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും കിട്ടാക്കനിയാണ് എന്നതാണ് വസ്തുത. ആ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മണിമല പ്രോജക്റ്റ് എന്ന് പറയുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് മണിമല പ്രോജക്റ്റിന്റെ പേരിൽ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇത്രയും 25 കോടിയിലേറെ രൂപ മണിമല പ്രോജക്റ്റിന്റെ പേരിൽ കുഴിച്ചിടുകയും ഈ കാഞ്ഞിരപ്പള്ളിയിലെ മുഴുവൻ നിവാസികൾക്കും കുടിവെള്ളം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈ എം.എൽ.എയും അതോടൊപ്പം തന്നെ ഈ സർക്കാരും ഈ കാഞ്ഞിരപ്പള്ളിയിലെ 10,000 വരുന്ന ജനതയെ വഞ്ചിച്ചതിന്റെ ചരിത്രമാണ് ഈ 20 വർഷത്തെ ചരിത്രമെന്ന് നമ്മൾ അറിയാം. ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി കൊടുക്കുന്നതിന് എം.എൽ.എക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ ആശുപത്രികളുടെ മാസപ്പടി വാങ്ങുന്ന കരിങ്കാളിപ്പണിയാണ് എം.എൽ.എയും സർക്കാരും ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ കുടുക്കിയതിലൂടെ ദേവസ്വം മന്ത്രിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്നും അഡ്വക്കേറ്റ് എസ്. സുരേഷ് പറഞ്ഞു. ഈ ജനതയ്ക്കെതിരായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഓരോ പ്രവൃത്തിയും ദൈനംദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ശബരിമല വിഷയത്തിൽ അവിടുത്തെ തന്ത്രികൾക്ക് ജാമ്യം ലഭിച്ചു. തന്ത്രികൾക്ക് ജാമ്യം ലഭിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്ത്രിയെ കുടുക്കിയത് പിണറായി വിജയന്റെ ഗൂഢസംഘമാണ്. തന്ത്രി നിരപരാധിയാണ്. തന്ത്രി ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അതിൽ പങ്കാളിയല്ല. ആ തന്ത്രിയെ കുടുക്കിയതിലൂടെ കോട്ടയംകാരനായിട്ടുള്ള മന്ത്രി വാസവനെ രക്ഷിക്കാനുള്ള ഗൂഢപദ്ധതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഇന്ന് ബോധ്യം വന്നിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, മണിമല കുടിവെള്ള പദ്ധതി, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പദ്ധതി തുടങ്ങി എല്ലാ പദ്ധതികളിലും എൻ. ജയരാജ് പരാജയമായിരുന്നുവെന്ന് നാഷണൽ കൗൺസിൽ അംഗം പി.സി. ജോർജ് പറഞ്ഞു. ജയരാജൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വിവരക്കേട് കാണിക്കുന്നു? ആ ബൈപ്പാസ് തീർത്തില്ല എന്ന് മാത്രമല്ല, കോൺട്രാക്ട് സാധനം എല്ലാം കൊണ്ട് പോയി കഴിഞ്ഞു. മണിമല കുടിവെള്ള പദ്ധതി എവിടെ പോയി? ജയരാജൻ പറയണ്ടേ? മണിമല കുടിവെള്ള പദ്ധതി എവിടെ? ഇവിടെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ആശുപത്രി ഗതി എന്താ? ആശുപത്രി വെയിറ്റിംഗ് ഷെഡൊക്കെ പൊളിച്ചോണ്ട് പോയി കഴിഞ്ഞു. അവിടെ കാര്യമില്ല, ഡോക്ടർമാരില്ല, നേഴ്സന്മാരില്ല. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബി. രാധാകൃഷ്ണ മേനോൻ, നേതാക്കളായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, എൻ. ഹരി, വി. എൻ. മനോജ്, അഖിൽ രവീന്ദ്രൻ, ജി. ഹരിലാൽ, വി. ആർ. രമേശ്, എ. ജി. ഹരിപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.